ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പ്രോട്ടീനെ കുറിച്ചാണ്. ഒരാൾ എത്ര പ്രോട്ടീൻ കഴിക്കണം, എത്ര കഴിച്ചാൽ കൂടുതലാകും, ഏറ്റവും നല്ല പ്രോട്ടീൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്, പ്രോട്ടീൻ ഇൻടേക്കും നമ്മുടെ വയസ്സും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തുടങ്ങി പ്രോട്ടീനെ കുറിച്ച് എല്ലാം നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ മാംസപേശികൾ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. ശരീരത്തിന് കൃത്യമായ അളവിൽ പ്രോട്ടീൻ ലഭിച്ചില്ലെങ്കിൽ അത് ശരീരത്തിനെ മോശമായ രീതിയിൽ ബാധിക്കും. ഇനി വ്യായാമം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ സാധാരണ ആൾക്കാരിലും കൂടുതൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമാണ്. മിനിമം റെക്കമെൻഡഡ് പ്രോട്ടീൻ എന്നത് ശരീരഭാരത്തിൻ്റെ ഓരോ കിലോഗ്രാമിനും 0.8 ഗ്രാം പ്രോട്ടീൻ എന്ന നിരക്കിലാണ്. നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ വേണമെന്നത് നിങ്ങളുടെ ഭാരത്തെ 0.8 കൊണ്ട് ഗുണിച്ചാൽ മതി. പക്ഷേ വ്യായാമം ചെയ്യുമ്പോഴും വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴും അതിലും കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. അവർക്ക് 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ പ്രോട്ടീൻ പെർ kg ആവശ്യമുണ്ട്. അതായത് നിങ്ങൾക്ക് 60 കിലോഗ്രാമാണ് ഭാരമെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ 60 മുതൽ 120 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം ആവശ്യമായി വരുന്നുണ്ട്. ഇതേ സമയം ഒരു മുട്ടയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രോട്ടീൻ എന്നത് 6 ഗ്രാം ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പ്രായത്തിനനുസരിച്ച് പ്രോട്ടീൻ ഇൻടേക്കിൽ വ്യത്യാസം വരുത്തണമോ എന്ന് നോക്കാം. പഠനങ്ങൾ പറയുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമുണ്ട് എന്നതാണ്. ഉദാഹരണത്തിന് 60 വയസ്സുള്ള ഒരാൾ സാധാരണ വ്യക്തിയേക്കാൾ ഒരു 0.5 പെർ ഗ്രാം പ്രോട്ടീൻ കഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് കാരണം അവരുടെ ശരീരം പൂർണ്ണമായും പ്രോട്ടീൻ ആഗിരണം ചെയ്യില്ല എന്നതുകൊണ്ടാണ്. അടുത്തതായിട്ട് എത്ര പ്രോട്ടീനാണ് ഓവർ പ്രോട്ടീൻ എന്ന് നോക്കാം. സാധാരണ ഒരാൾ വ്യായാമമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ 1.3 ഗ്രാം പെർ kgയിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നത് ശരീരത്തിന് കേടാണ് എന്നാണ് പറയുന്നത്. അധികമായി കഴിക്കുന്ന ഈ പ്രോട്ടീൻ ശരീരം ഫാറ്റായി സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും. കൂടാതെ വൃക്കയ്ക്ക് തകരാറ് സംഭവിക്കുക, അനാവശ്യമായി ഭാരം വർദ്ധിക്കുക എന്നിങ്ങനെയുള്ള അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്ന സാധ്യതകളുമുണ്ട്. ഇനി പ്രോട്ടീൻ്റെ സമൃദ്ധമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാലോ. ചിക്കൻ മീറ്റ്, ഫിഷ്, മുട്ട, പാൽ എന്നിവയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പയർ, സോയാബീൻ, സോയാ മിൽക്ക് എന്നിവയിലൊക്കെയും പ്രോട്ടീൻ്റെ കലവറ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ കഴിയാത്ത 9 അമിനോ ആസിഡുകൾ ആനിമൽ പ്രോട്ടീൻസിൽ ഉണ്ടെന്ന് പറയുന്നു. അത് ശരീരത്തിന് വളരെ ആവശ്യമായ അമിനോ ആസിഡ്സുകളാണ്. ഇനി മുളപ്പിച്ച പയർ കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ നോക്കാം. ഫൈറ്റിക് ആസിഡ് എന്ന കെമിക്കൽ ഇല്ലാതാക്കാൻ പയർ മുളപ്പിക്കുന്നതിലൂടെ കഴിയുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യുന്നു. കൂടാതെ വിറ്റാമിൻ ബി, വിറ്റാമിൻ സി തുടങ്ങിയവ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ എളുപ്പമാവുന്നുണ്ട്. കൂടാതെ തന്നെ പയർ മുളപ്പിക്കുന്നതിലൂടെ ശരീരത്തിന് കൂടുതൽ പ്രോട്ടീൻ ആഗിരണം ചെയ്യാനും കഴിയുന്നു. പ്രോട്ടീൻ ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയാലോ. മസിൽ മാസ് കുറയുകയും സ്ട്രെങ്ത് കുറയുകയും ചെയ്യുന്നു. ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഗണ്യമായ രീതിയിൽ കുറയും. മുടിക്ക് ഉറപ്പില്ലാതെ ആകുകയും പൊട്ടിപ്പോകുകയും ചെയ്യുന്നത് പ്രോട്ടീൻ്റെ കുറവാണ് എന്നതിൻ്റെ ലക്ഷണമാണ്. പ്രോട്ടീനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് us by liking, commenting, sharing and subscribing. Thank you.